ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വന്നേക്കുന്നത് കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം വീഡിയോസ് ഒട്ടും ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. ഇനി മുതൽ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണും. എല്ലാവരും ഓണം എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുകയാണെന്നറിയാം. അപ്പം ഇതുവരെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവരാണെങ്കിൽ ഇനി മുതൽ നന്നായിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. അപ്പം ഇനി കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണും. ക്ലാസ്സുകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇങ്ങനെ വേണം, കുറച്ച് ഫാസ്റ്റായിട്ട് വേണം, എന്തൊക്കെ കണ്ടൻറ്റുകൾ വേണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണം എന്നൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ഗ്രാവിറ്റേഷനാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ചാപ്റ്ററാണ് ഇത്, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. അപ്പം ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നന്നായിട്ട് മനസ്സിലാക്കി പോവുക. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്രാവിറ്റേഷൻ സിമ്പിളാണ്. നമ്മൾ പല കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്രാവിറ്റേഷൻ കൊണ്ടാണ്, നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നതും എല്ലാം. അപ്പോൾ നോക്കാം. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു. എന്താണത്? ഇന്ത്യ ഓൺ ദി മൂൺ ഓവർകമ്മിങ് ദ ഹർഡിൽസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ദി മൂൺ. എന്താണ് പറഞ്ഞേക്കുന്നത്? ചന്ദ്രനിൽ ഇന്ത്യ, ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണം മറികടന്നിട്ടാണ് ഇന്ത്യ അവിടെ പേടകം എത്തിച്ചത്. അപ്പോൾ അതാണ് അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഡൗട്ടും കുട്ടികൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്ത് നോക്കി. വാവ്, ഹൗ പ്രിസൈസ്ലി അവർ സയൻറ്റിസ്റ്റ് ലാൻഡഡ് ദിസ് ലൂണാർ പ്രോബ് ഓൺ ദി മൂൺ. എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് ഈ ഒരു പേടകം, ചാന്ദ്ര പേടകം മൂണിൽ ഇറക്കിയേക്കുന്നത്. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, ഡസ് ദ മൂൺ ആൾസോ ഹാവ് ഗ്രാവിറ്റി? ഭൂമിക്ക് ഒരു ഗ്രാവിറ്റി ഉണ്ട്, അതുകൂട്ട് തന്നെ ചന്ദ്രനും ഉണ്ടോ ഇങ്ങനെ ഗ്രാവിറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ സംശയം നിങ്ങൾക്കും തോന്നിയേക്കാം. നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. യു മേ ഹാവ് നോട്ടീസ്ഡ് ദ ഫ്രൂട്ട്സ് ലീവ്സ് ഫാൾ to the ground from the trees around us. Have you ever wondered why a straw and a bird's feathers fall to the ground? എന്താണ് പറഞ്ഞേക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഇലകളായാലും ഫ്രൂട്ട്സ് ആയാലും അതൊക്കെ അതിൻ്റെ മരത്തിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത് അല്ലേ? താഴേക്ക് വന്ന് വീഴുകയാണ് അല്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുകയും ഒരു തൂവൽ താഴേക്ക് ഇടുകയും ചെയ്താൽ തൂവൽ താഴേക്ക് വീഴും. കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ എന്ത് കൊടുക്കും? സ്റ്റോണ് കുറച്ച് ദൂരം മുകളിലോട്ട് പോയിട്ട് പിന്നെ എന്ത് കൊടുക്കും? താഴേക്ക് തന്നെ വീഴും. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. പിന്നെ ഇവിടെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രം വെയർ ഡിഡ് ദ സ്റ്റോൺ ആൻഡ് ദി ഫെദർ ഗെറ്റ് ദി ഫോഴ്സ് ദേ നീഡഡ് ടു ഫോൾ? ഞാൻ പറഞ്ഞു, സ്റ്റോൺ ആയാലും മുകളിലേക്ക് പോയിട്ട് കുറച്ച് ദൂരം മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വീഴും, ഫെദർ ആയാലും താഴേക്ക് തന്നെ വീഴും. അപ്പോൾ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഒരു ഫോഴ്സ് കിട്ടുന്നത്? രണ്ടുപേർക്കും, രണ്ടല്ല, നമ്മുടെ ചുറ്റുപാടും കാണുന്ന മിക്ക സാധനങ്ങളും താഴേക്ക് തന്നെയാണ് വീഴുന്നത്. മേലോട്ട് എറിഞ്ഞാലും എങ്ങനെയായാലും താഴേക്ക് തന്നെയാണ് വീഴുന്നത്. അപ്പോൾ അതിന് താഴേക്ക് വരാൻ എന്തെങ്കിലും ഫോഴ്സ് താഴെ നിന്നും കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. Imagine dropping stones in wells at various places around the earth. Are stones attracted to the bottom of the well? പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. നമ്മുടെ എർത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കിണറുകളിലേക്ക് കല്ലിടുകയാണെന്ന് വെക്കുക. അപ്പം അതെവിടെ ചെന്ന് കിടക്കും? ആ ഒരു ബോട്ടം, ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വന്ന് കിടക്കില്ലേ? അതാണ് ചോദിക്കുന്നത് ഇല്ലേ? ആണ്, നമുക്കറിയാം. കല്ലല്ല, എന്ത് സാധനമാണെങ്കിലും കിണറെന്ന് പറയുമ്പം നമ്മളിപ്പോൾ കാലുകുത്തിക്കുന്ന ആ ഒരു ഭാഗത്തേക്കാൾ, സർഫസിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിലാണ്. അപ്പം ആ ഒരു കല്ല് അത്രയും ആഴത്തിലേക്ക് തന്നെ പോകും. എത്ര കുഴിയുണ്ടോ അത്രയും ആഴത്തിലേക്ക് എവിടെ നിന്നും, ഭൂമിയുടെ എവിടെ നിന്ന് ഏത് കിണറിൽ കല്ലിട്ടാലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അടുത്തതായിട്ട്, ഡു ദി പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദി ഓപ്പോസിറ്റ് സ്ഫിയർ ഓഫ് ദി എർത്ത് ഫാൾ ഡൗൺ? ഈസ് ഇൻ ദിസ് ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് ദി എർത്ത്? എന്നാണ് പറഞ്ഞേക്കുന്നത്. ഭൂമിയിലെ ഹെമിസ്ഫിയറിലെ, ഭൂമിയുടെ 2 ഓപ്പോസിറ്റ് ഹെമിസ്ഫിയറിലും ആളുകൾ നിൽക്കുകയാണെന്ന് വെച്ചോ, അവർ താഴേക്ക് വീഴുന്നുണ്ടോ? അപ്പം അതെന്തുകൊണ്ടാണ് അവർ വീഴാത്തത്? അതിനും അവിടെ എന്താണ്, ഭൂമിയുടെ അട്രാക്ഷനാണോ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഫിഗർ 4.1 നോക്കിയേ. പല സ്ഥലങ്ങളിലുള്ള കിണറുകളാണ് അവിടെ സങ്കല്പിക്കാൻ നമുക്ക് തന്നേക്കാണ്. അപ്പം അവിടെ ഓരോരുത്തരും കല്ലിടുകയാണ്. നോക്കി, ആ
മുകളിലൊക്കെ നിൽക്കുന്നത് നമുക്ക് പിന്നെ ഓക്കെയാണ്. സൈഡിലായാലും താഴെ ആയാലും ഉള്ള കിണറിൽ നമ്മൾ കല്ലിടുമ്പം നമുക്ക് തോന്നും അയ്യോ അത് പുറത്തേക്ക് പോയില്ലേ, അതങ്ങനെയല്ലേ എന്ന് നമുക്ക് തോന്നും. അല്ല, കാരണം ഇതെല്ലാം ഭൂമിയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഭൂമി അതിൻ്റെ താഴേക്കാണ് അതിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് താഴേക്ക് പോകില്ല, ആ ഒരു കിണറ്റിലേക്ക് തന്നെ, കിണറ്റിൻ്റെ അടിത്തട്ടിലേക്ക് തന്നെ പോകും. രണ്ടാമത്തെ ഫിഗർ നോക്കിയാൽ ഫിഗർ 4.2. അവിടെ ഒരു കുട്ടി എന്തെടുക്കുക, കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു മഴ പെയ്തപ്പം. മഴയും എങ്ങോട്ടാണ് വന്നത്? മഴ പെയ്യുന്നതും താഴേക്ക് തന്നെയാണ് വീഴുന്നത് അല്ലേ. അപ്പം ഇതെല്ലാം നമ്മൾ നോക്കുമ്പം എല്ലാം ഭൂമിയിലേക്ക് തന്നെയാണ് വീഴുന്നത്. നേരത്തെ നമ്മൾ സ്റ്റോൺ ഇട്ടപ്പോഴായാലും തൂവൽ വന്ന് വീണതായാലും മഴ പെയ്യുന്നതായാലും എല്ലാം ഭൂമിയിലേക്ക് തന്നെയാണ്. അപ്പം അതെന്തുകൊണ്ടാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും കാര്യങ്ങളും ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ വസ്തുക്കളും താഴേക്കാണ് വീഴുന്നത്. അതിന് കാരണം എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജെക്ട്സ്. എർത്ത് എല്ലാ വസ്തുക്കളെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഈസ് ടുവേർഡ്സ് ദി സെൻറ്റർ ഓഫ് ദി എർത്ത്. അത് എങ്ങോട്ടാണ്, ഏത് ദിശയിലേക്കാണ് ആ അട്രാക്ഷൻ നടക്കുന്നത്? ഭൂമിയിലേക്കാണ്, ഭൂമിയുടെ സെൻറ്ററിലേക്കാണ് ഏത് വസ്തുവിനെയും അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തൂവലായാലും കല്ലായാലും മഴയായാലും എല്ലാം ഭൂമിയുടെ അടുത്തേക്ക് താഴേക്ക് തന്നെ വീഴുന്നത്. ഭൂമി എവിടെയാണ്? നമ്മൾ കാല് ചവിട്ടി നിൽക്കുന്ന ഭാഗമാണ് ഭൂമി. എല്ലാം അവിടേക്ക് തന്നെയല്ലേ വീഴുന്നത്. അപ്പം ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഈ ഒരു ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റി. മനസ്സിലായോ? ഒന്നുമില്ല, നിങ്ങൾ ആ എക്സാമ്പിളൊക്കെ തന്നെ ആലോചിച്ചാൽ മതി. സിമ്പിളാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാവിറ്റി. അടുത്തായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. ഫാസ്റ്റൺ എ സ്പ്രിംഗ് ബാലൻസ് ടു ദി ഗ്രിൽ ഓഫ് എ വിൻഡോ. വിൻഡോയുടെ ഗ്രില്ലിൽ നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ് ഉറപ്പിച്ച് വെക്കുക. പുൾ ഇറ്റ്സ് ഹുക്ക് വിത്ത് യുവർ ഹാൻഡ്. എന്നിട്ടത് നിങ്ങളുടെ കൈ ഉപയോഗിച്ച് അത് വലിക്കുക. അതിൻ്റെ ആ ഒരു ഹുക്ക് ഭാഗമില്ലേ, അത് വലിക്കുക. അപ്പം എന്താണ് സംഭവിക്കുന്നത്? വൈ ഡിഡ് ദ സ്പ്രിങ് സ്ട്രെച്ച്? അപ്പം എന്ത് കൊടുക്കും? സ്പ്രിങ് സ്ട്രെച്ച് ആവും, വലിയും. നിങ്ങൾക്കറിയത്തില്ലേ? അപ്പം ഈ സ്പ്രിങ് ബാലൻസ് എന്തതിനാ? വെയിറ്റൊക്കെ തൂക്കി നോക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ആ നമ്മുടെ കൈ കൊണ്ടൊരു ഫോഴ്സ് കൊടുത്ത് അത് നീട്ടുമ്പോൾ, അത് ഫോഴ്സ് കൊടുക്കുമ്പം അത് സ്ട്രെച്ച് ചെയ്യും, വലിഞ്ഞു പോകുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? ദി സ്പ്രിങ് ഈ സ്ട്രെച്ച്ഡ് ഡ്യൂ ടു ദി ഫോഴ്സ് അപ്ലൈഡ് ബൈ ദി ഹാൻഡ്. നമ്മൾ കൈകൊണ്ട് അതിലൊരു ഫോഴ്സ് കൊടുത്തു. നമ്മൾ വെറുതെ അനക്കാതെ അത് നോക്കിക്കൊണ്ടിരുന്നായിരുന്നെങ്കിൽ അതിനകത്തൊരു മാറ്റവും സംഭവിക്കില്ല. നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, നമ്മുടെ കൈകൊണ്ട് അത് വലിച്ചു. അപ്പോഴാണ് നമ്മുടെ ഫോഴ്സ് അതിലേക്ക് കൊടുത്തപ്പോഴാണ് അത് സ്ട്രെച്ച് ആയത്. വാട്ട് ഈസ് ദി റീഡിങ് ഓഫ് ദി സ്പ്രിംഗ് ബാലൻസ്? റീഡിങ് ഓൺ ദി സ്പ്രിംഗ് ബാലൻസ്. ആ സമയം സ്പ്രിംഗ് ബാലൻസിൽ ഒരു റീഡിങ് കാണിക്കും. അത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് എത്രയായാലും അതിൻ്റെ കാരണം എന്താണ്? അതിന് ഏതൊരളവും ആയിരിക്കാം. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനനുസരിച്ചിരിക്കും. നമ്മൾ കുറച്ച് ഫോഴ്സേ കൊടുത്തിട്ടുള്ളെങ്കിൽ ആ ഫോഴ്സ് അതിൽ കാണിക്കത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് ഫോഴ്സ് കൊടുത്താൽ നന്നായിട്ട് സ്ട്രെച്ച് ആവും. ആ ഒരു റീഡിങ് അതിൽ കാണിക്കുകയും ചെയ്യും. ഈസ് ഇൻ ദിസ് ദ ഫോഴ്സ് ദാറ്റ് ബി അപ്ലൈഡ്. അപ്പം അത് നമ്മൾ കൊടുത്ത ഫോഴ്സ് അല്ലേ, അതിൽ കാണിക്കുന്ന റീഡിങ് നമ്മൾ കൈകൊണ്ട് പ്രയോഗിച്ച ബലമല്ലേ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആണല്ലോ, അതിൽ ഡൗട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി, ഒരു സ്പ്രിംഗ് ബാലൻസ് ഇരിക്കുന്നു, നമ്മളത് വെറുതെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഫോഴ്സ് കൊടുത്തു, അതുകൊണ്ട് റീഡിങ് കാണിക്കും. നമ്മൾ കൊടുത്ത ആ ഫോഴ്സിൻ്റെ അളവാണ് അതിലെ റീഡിങ്. എന്നിട്ട് ചോദിക്കുക വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഫോഴ്സ്? എങ്കിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, എന്താണ്? ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അടുത്തായിട്ട് സസ്പെൻഡ് എ മാസ് ഓഫ് 100 gram ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? അപ്പം നമ്മളതിൽ ഒരു 100 gram മാസ് വരുന്ന ഒരു സാധനം ആ സ്പ്രിംഗ് ബാലൻസിൽ കൊടുത്താൽ അത് സ്ട്രെച്ച് ചെയ്യുമോ? അറിയാം, സ്ട്രെച്ച് ചെയ്യും. എങ്കിൽ എന്തുകൊണ്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത്? അതാണ് ചോദിച്ചേക്കുന്നത്. വിച്ച് ഈസ് ദി ഫോഴ്സ് ദാറ്റ് പുൾഡ് ഡൗൺ ദി 100 grams മാസ്? നമ്മളവിടെ 100 gram മാസ് ഉള്ളൊരു സാധനം വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ ആ ഒരു സ്പ്രിംഗ് ബാലൻസിൽ. പക്ഷേ അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ബലം കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് കാരണം. സ്ട്രെച്ച് ചെയ്ത് താഴോട്ട് നിൽക്കുകയാണ്. കാരണം ഭൂമി താഴേക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യുകയാണ്. താഴേക്ക് അട്രാക്റ്റ് ചെയ്യുമ്പം അത് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിങ് കാണിക്കുന്നുണ്ട്. അടുത്തായിട്ട്
വിച്ച് ഓഫ് ദി ഫോഴ്സ് ദാറ്റ് പുൾഡ് ഡൗൺ ദി 100 gram ഓഫ് മാസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയാണ് അവിടെ ഒരു ബലം കൊടുക്കുന്നത്. വാട്ട് ഈസ് ദി റീഡിങ് ഓഫ് ദി സ്പ്രിംഗ് ബാലൻസ്, റീഡിങ് ഓൺ ദി സ്പ്രിംഗ് ബാലൻസ്. അപ്പം അതിലെ റീഡിങ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും? നേരത്തെ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഒന്ന് അത് സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആയിരിക്കും അതിൽ വരുന്നത്. പക്ഷേ ഇവിടെ 100 gram മാസ്സുള്ളൊരു വസ്തുവാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു വസ്തു കൊടുക്കുന്ന ആ വസ്തുവിൻ്റെ ഭാരത്തിനനുസരിച്ച് അതിൽ റീഡിങ് കാണിക്കും. അവിടെ ഒരു ഭാരം വന്നേക്കുകയാണ്. നമ്മൾ ആ കൈ കൊണ്ട് കൊടുത്ത ആ ഒരു ഫോഴ്സ് കൂട്ട് തന്നെ ഈ ഒരു 100 gram ആകുമ്പം അതിനനുസരിച്ച് അവിടെ ഒരു റീഡിങ് കാണിക്കും. അടുത്തായിട്ട് പറയുന്നത്, നേരത്തെ നമ്മൾ 100 gram മാസ്സുള്ളൊരു വസ്തുവാണ് ആ സ്പ്രിംഗ് ബാലൻസിൽ അഡ്ജസ്റ്റ് ചെയ്തതെങ്കിൽ ഇനി ആ ഒരു 100 ഗ്രാമിൻ്റെ സ്ഥാനത്ത് 200 gram മാസ്സുള്ളൊരു വസ്തു വെക്കുക. എന്താണ് മാറ്റം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, വൈ ഡസ് ദി സ്പ്രിംഗ് ബാലൻസ് എക്സ്പീരിയൻസ് മോർ സ്ട്രെച്ചിങ് ഫോഴ്സ്? എന്തുകൊണ്ടാണ് ആ സ്പ്രിംഗ് ബാലൻസിൽ നേരത്തേനെക്കാട്ടി കൂടുതൽ സ്ട്രെച്ചിങ് ഫോഴ്സ് നമുക്ക് കാണാൻ സാധിച്ചത്? ഒന്നുമില്ല, വസ്തുവിൻ്റെ ഭാരം അവിടെ കൂടി ഇല്ലേ, അതുകൊണ്ടാണ് അത് കൂടുതൽ വലിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുമല്ല, കൂടുതൽ വലിഞ്ഞു നിൽക്കും. അതിൻ്റെ കാരണം അവിടെ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടാണ്? മാസ് കൂടി, ഭാരം കൂടി, അതുകൊണ്ട്. അടുത്തതായിട്ട്, വാട്ട് ഹാപ്പൻ ടു ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആസ് മാസ് ഇൻക്രീസസ്? മാസ് കൂടിക്കഴിയുമ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. മാസ് ഇൻക്രീസ് ചെയ്യുമ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഭാരമുള്ളൊരു വസ്തു താഴേക്ക് വീഴുമ്പം അത് പെട്ടെന്ന് താഴേക്ക് വീഴും ഇല്ലേ. ഭാരം കുറഞ്ഞൊരു വസ്തുവാണെങ്കിൽ അതിനെക്കാട്ടി പയ്യെ താഴേക്ക് വീഴത്തുള്ളൂ. അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഇതിനായിരിക്കും, ഭാരമുള്ള വസ്തുവിനായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. ഇഫ് സോ, റൈറ്റ് ഡൗൺ എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഫാക്ടർ നമ്മൾക്ക് പിടികിട്ടി. ഏതാണ്? മാസ്. വസ്തുവിൻ്റെ മാസ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൂടുന്നു. മാസ് കുറയുമ്പോൾ എന്തോ സംഭവിക്കുന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കുറയുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ കൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മാസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സും കൂടും. പിന്നെ ഒരു കുട്ടിയുടെ സംശയം നോക്കി, ഈസ് മാസ് ദ ഓൺലി ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? നമ്മൾക്ക് മനസ്സിലായി മാസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പക്ഷെ മാസ് മാത്രമാണോ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന്? ഇവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തുക്കളുടെ മാസ് തന്നിട്ടുണ്ട്, അത് എത്ര ദൂരം എർത്തിൽ നിന്നും എത്ര ഹൈറ്റിലാണ് വെച്ചേക്കുന്നതെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ തന്നേക്കുന്ന എല്ലാ വസ്തുവിൻ്റെയും മാസ് എത്രയാണ്? 100 kilogram തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് വ്യത്യസ്തമാണ്, അട്രാക്റ്റീവ് ഫോഴ്സും. അപ്പം ആ ഒരു അകലത്തിലും ആ ഒരു ഭാരത്തിലുമുള്ള വസ്തുവിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് നിന്നിട്ടുണ്ട്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതല്ല. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ഫാക്ടറാണ് അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. ഓക്കെ, 100 kilogram മാസുള്ളൊരു വസ്തു ഓൺ ദി സർഫസ്, എർത്തിൻ്റെ സർഫസിൽ, എർത്തിൻ്റെ പ്രതലത്തിലായിട്ട് തൊട്ട് മുകളിലായിട്ട് വെച്ചപ്പോൾ അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയാണ്? 980 ന്യൂട്ടണാണ്. 980 ന്യൂട്ടണാണ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഇനി അടുത്ത് നോക്കി, 100 kilogram മാസുള്ള വേറൊരു വസ്തു അല്ലെ അതേ വസ്തു, അത് ഒരു 1 lakh ഹൈറ്റിൽ വെച്ചു. ഭൂമിയേക്കാൾ 1,00,000 മീറ്റർ ഉയരത്തിൽ വെച്ചു. അപ്പം നേരത്തേനെക്കാട്ടി ഹൈറ്റിന് ഡിഫറൻസ് ഉണ്ടായി. പക്ഷെ മാസിന് അവിടെ ഡിഫറൻസ് ഉണ്ടായിട്ടില്ല. ഹൈറ്റ് കൂടിയപ്പം അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തോ കൊടുത്ത് 950 നേരത്തെ സർഫസിൽ എർത്തിനോട് ചേർത്ത് വെച്ചപ്പം 980 ഉണ്ടായിരുന്നു. പക്ഷേ ഹൈറ്റ് നമ്മൾ 1,00,000 അകലത്തിൽ വെച്ചു. ഭൂമിയിൽ നിന്നും 1,00,000 അകലത്തിൽ ഒരു വസ്തു വെച്ചപ്പം അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അപ്പോൾ എത്രയായിരുന്നു? 950 എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഹൈറ്റ് കൂടിയപ്പം കുറഞ്ഞു. ഹൈറ്റ് കൂടിയപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തെടുത്തു? കുറഞ്ഞു. ആ ഹൈറ്റ് നമ്മൾ കുറച്ചുകൂടെ കൂട്ടി. എത്രയാക്കി? 10 lakh ആക്കി. 10,00,000 മീറ്റർ അകലെയായിട്ട് ഒരു വസ്തു വെച്ചു. ഭൂമിയിൽ നിന്നും 10,00,000 മീറ്റർ അകലെയായിട്ട് ഒരു വസ്തു വെച്ചപ്പം അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എത്രയായിട്ട് മാറി? 730 ന്യൂട്ടണായിട്ട് മാറി. 730 മീറ്ററായിട്ട് 30 ന്യൂട്ടണായിട്ട് മാറി.
ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ ഹൈറ്റ് കൂടിയപ്പം നേരത്തേനെക്കാട്ടി രണ്ടാമത്തെ സിറ്റുവേഷനെക്കാട്ടി പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടി വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഹൈറ്റ് കൂടുന്തോറും ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ഓൺ സർഫസ് ആയപ്പം ഭൂമിയുടെ ഏറ്റവും തൊട്ടടുത്തായിരുന്നപ്പം ഭൂമിയുടെ ഉപരിതലത്തിൽ വസ്തു ഇരുന്നപ്പം അതിൻ്റെ മാക്സിമം അട്രാക്റ്റീവ് ഫോഴ്സ്, ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് അത് ആ ഒരു സർഫസിലിരുന്നപ്പോഴാണ്, എർത്തിൻ്റെ ഉപരിതലത്തിലിരുന്നപ്പോഴാണ്. ഓക്കെ അല്ലേ? അത് മനസ്സിലാക്കാനാണ് ഇവിടുന്ന് ഈ ഒരു ടേബിൾ തന്നേക്കുന്നത്. അപ്പം ഈ ഒരു ടേബിളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അട്രാക്റ്റീവ് ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ്, മാസ്, ഇത് രണ്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. ഹൈറ്റ് കൂടുമ്പോൾ എങ്ങനെയാണ്? ഹൈറ്റ് കൂടുമ്പം അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. മാസ് കൂടുമ്പം അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുകയാണ്. അപ്പം ജസ്റ്റ് ഇത് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. ഇപ്പം എർത്ത് ഒരു മാഗ്നറ്റായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു കാന്തമാണെങ്കിൽ അതിൻ്റെ ആ കാന്തത്തിൻ്റെ രണ്ട് കാന്തങ്ങൾ തമ്മിൽ അകത്തി വെക്കുമ്പോൾ എന്ത് കൊടുക്കും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത് വരുമ്പോഴല്ലേ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നത്. അപ്പം ഹൈറ്റ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു. മാസ്, ഒരു വസ്തുവിനെ, നല്ല ഭാരമുള്ളൊരു വസ്തുവിനെ താഴേക്ക് വീഴുന്ന പെട്ടെന്നായിരിക്കത്തില്ലേ? ഒരു നല്ല വെയിറ്റുള്ളൊരു വസ്തു താഴേക്ക് വീഴുന്നതെന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അത് പെട്ടെന്ന് താഴേക്ക് വീഴും. അപ്പം മാസ് കൂടുമ്പം അട്രാക്റ്റീവ് ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം മനസ്സിലാക്കി പഠിക്കാം. അടുത്തായിട്ട് ഇവിടെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വേർ ഡിഡ് ദി ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 കിലോ എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? എവിടെ വെച്ചാണ് 100 കിലോഗ്രാം മാസ് ഉള്ളൊരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അനുഭവപ്പെടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ ആ ഒരു ടേബിൾ നോക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഏതൊരു വസ്തുവും എർത്തിൻ്റെ സർഫസിലായിരിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് അതിൽ അനുഭവപ്പെടുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ തന്നേക്കുന്ന ഓൺ ദി സർഫസ് ഉണ്ട്, അറ്റ് എ ഹൈറ്റ് ഓഫ് 1 lakh മീറ്റർ ഉണ്ട്, അറ്റ് എ ഹൈറ്റ് ഓഫ് 10 lakh മീറ്റർ ഉണ്ട്. ഏതായിരിക്കും ഓൺ ദി സർഫസ്? ഇത് പരീക്ഷയ്ക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ചോദ്യം വരാം. ഒരു വസ്തു ഓൺ ദി സർഫസ് ആയിരിക്കും എപ്പോഴും അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി എർത്ത് ടു ദി ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സർട്ടഡ് ബൈ ദി എർത്ത്. എന്താണ് ചോദിച്ചേക്കുന്നത്? എർത്തിൽ നിന്നുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നു എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നു. ഒരു വസ്തു എർത്തിൽ നിന്ന് നല്ല അകലത്തിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ്, എർത്ത് കൊടുക്കുന്ന അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ അളവ് എന്തെടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഹൈറ്റ് അത് ദൂരെയാണ് ഇരിക്കുന്നതെങ്കിൽ, നല്ല അകലത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് എർത്തിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. മനസ്സിലായില്ലേ? ഓൺ ദി സർഫസ് ഗ്രേറ്റർ ആയിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ്. ഹൈറ്റ് വരുമ്പം അവിടെ ഒരു ഡിസ്റ്റൻസ് വരുമ്പം എന്ത് സംഭവിക്കും? അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു. നേരത്തെ ആ കാന്തത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് സങ്കല്പിക്കാൻ പറഞ്ഞത് മനസ്സിലായവർക്ക് ഇവിടെ ഓക്കെ ആയിരിക്കും. അടുത്തായിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയിൽ നിന്നും നമുക്ക് 3 പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ്? അവിടെ ഞാൻ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. എർത്ത് അട്രാക്ട്സ് ഓൾ ഓബ്ജക്ട്സ് ടു ഇറ്റ്സ് സെൻറ്റർ. എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നേരത്തെ നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ്? തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നതായാലും മഴത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നതായാലും നമ്മളൊരു കാര്യം മേളിലേക്ക് എറിഞ്ഞാലും അത് കുറച്ച് ദൂരം മേളിലേക്ക് പോയിട്ട് അത് താഴേക്ക് തന്നെയാണ് വീഴുന്നത്, ഭൂമിയിലേക്ക് തന്നെയാണ് വീഴുന്നത്. എന്ന് വെച്ചാൽ എർത്ത് എല്ലാ ഒബ്ജക്റ്റിനെയും അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം താഴേക്ക് വീഴുന്നത്. ആസ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്യുമ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. മാസ് ഇൻക്രീസ് ചെയ്യുമ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ചാൽ ഭാരമുള്ളൊരു വസ്തു വീഴുന്നത് നേരത്തെ പറഞ്ഞ കൂട്ട് ഇമാജിൻ ചെയ്താൽ മതി. ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. എർത്തിൽ നിന്നുള്ള ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. എർത്തിൽ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് കൂടുമ്പം എന്ത് സംഭവിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അകലം കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അകന്നു പോകുമ്പോൾ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. ഈ 3 പോയിന്റ്സും ഇതുവരെ നമ്മൾ നോക്കിയതിൽ നിന്നുള്ള കൺസെപ്റ്റാണ്. അപ്പം
കാണാതെ പഠിക്കാതെ ആശയം മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ഇവിടെ ഒരു കുട്ടിയുടെ ഡൗട്ട് നോക്കി. ഈസ് എർത്ത് എലോൺ എക്സേർട്ടിങ് സച്ച് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? ഭൂമി മാത്രമാണോ ഇത്രയും ഒരു അട്രാക്ഷൻ ഫോഴ്സ് അവിടെ ചെലുത്തുന്നത്, ആകർഷണ ബലം അവിടെ പ്രയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞു ഭൂമി നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാസ് കൂടുമ്പം ആ അട്രാക്ഷൻ ഫോഴ്സ് കൂടുന്നു. ഹൈറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂടുമ്പം, ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുമ്പം ആ അട്രാക്ഷൻ ഫോഴ്സ് കുറയുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് ഭൂമി മാത്രമാണോ ഈ ഒരു അട്രാക്ഷൻ ഫോഴ്സ് പ്രയോഗിക്കുന്നത് ആണ് ആ കുട്ടിയുടെ ഡൗട്ട്. അപ്പം അത് നമുക്ക് നോക്കിയാലോ. ഹാവ് യു ഹെയർഡ് അബൌട്ട് ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ ദി എർത്ത്? ആർ ടൈഡ്സ് കോസ്ഡ് ബൈ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദി എർത്ത് ബൈ ദി മൂൺ ആൻഡ് ദി സൺ? എന്താണ് ടൈഡ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? വേലിയേറ്റവും ഹൈ ടൈഡ്സും ലോ ടൈഡ്സും, വേലിയേറ്റവും വേലിയിറക്കവും കേട്ടിട്ടില്ലേ നിങ്ങൾ? വെള്ളം സ്വാഭാവികമായിട്ടുള്ളതിനെക്കാട്ടി കുറച്ച് ഉയർന്നു വരികയും ചില സമയം നന്നായി താഴ്ന്നു പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രതിഭാസമാണ് ഹൈ ടൈഡ്സ് ലോ ടൈഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്നത്. അറിയാത്തവർ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ കുറേ ഷോർട്സ് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഇപ്പം സൂര്യൻ്റെ പൊസിഷനും സണ്ണിൻ്റെ പൊസിഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൺ എവിടെയാണോ അല്ലെങ്കിൽ മൂൺ എവിടെയാണോ ഭൂമിയുടെ ഏത് സൈഡിലാണോ നിൽക്കുന്നത് ആ സ്ഥാനത്ത് എന്തെടുക്കും, മൂണ് ഭൂമിയിൽ ഒരു അട്രാക്ഷൻ ചെലുത്തുകയും ആ ഒരു സൈഡിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്യും. അതാണ് വേലിയേറ്റം, ഹൈ ടൈഡ്സ്. അതുകൊണ്ട് ആ സ്ഥലത്തല്ലാത്ത സ്ഥലങ്ങളിൽ വേലിയിറക്കം ഉണ്ടാവും. അതാണ് കാരണം. അപ്പം എന്ന് വെച്ചാൽ ഈ ഹൈറ്റിനുള്ള പ്രധാന കാരണം ഭൂമിയിലേക്ക് മൂണായാലും സണ്ണായാലും ഒരു അട്രാക്ഷൻ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ട്. ഭൂമി മാത്രമല്ല അപ്പോൾ അട്രാക്ഷൻ ഫോഴ്സ് പ്രയോഗിക്കുന്നത്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാക്കുന്നത് പിന്നെ ആരൊക്കെ ഉണ്ട്? ഭൂമിയിലേക്ക് സണ്ണുണ്ട്, മൂണുണ്ട്. അതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഹൈ ടൈഡ്സും ലോ ടൈഡ്സും ഉണ്ടാകുന്നത്. എന്നിട്ട് ഇഫ് ദ സൺ ആൻഡ് ദി മൂൺ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദി എർത്ത്, വുഡിൻ ദ അതർ സെലസ്റ്റിയൽ ബോഡീസ് ഓഫ് ദി യൂണിവേഴ്സ് ആൾസോ എക്സേർട്ട് എ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? അപ്പം ഭൂമിയിലേക്ക് സണ്ണാണേലും മൂണാണേലും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അതിൻ്റെ റീസണായിട്ട് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഹൈ ടൈഡ്സും ലോ ടൈഡ്സും. അഥവാ എക്സാമിന് ഹൈ ടൈഡ്സിൻ്റെ ലോ ടൈഡ്സിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇഫ് ദ സൺ ആൻഡ് ദി മൂൺ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദി എർത്ത്. അപ്പം ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പം ഭൂമിയിലേക്ക് ഇവർ രണ്ടുപേരും മാത്രമല്ല, പിന്നെ ആരൊക്കെ പ്രയോഗിക്കുന്നുണ്ട്? പ്രപഞ്ചത്തിലെ മറ്റ് ആകാശഗോളങ്ങളും ഈ ഒരു ഫോഴ്സ് പരസ്പരവും ഭൂമിയിലേക്കും അവർ തമ്മിലും ഒക്കെ എന്തോ പ്രയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലാ ആകാശഗോളങ്ങളായാലും മൂണായാലും സണ്ണായാലും എല്ലാവരും മ്യൂച്വലായിട്ടും ഭൂമിയിലേക്കും അങ്ങനെ അവർ തമ്മിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഒരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ പഠിച്ച ഭൂമി നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താണ് പറഞ്ഞത്? മൂണും സണ്ണും ഒക്കെ ഭൂമിയെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഭൂമിയിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, സാർവത്രിക ഭൂഗുരുത്വാകർഷണ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളാണ്. ചിലർക്ക് ഇതിൽ നിന്ന് അറിയത്തില്ല. ഇക്വേഷൻ കണ്ടിട്ടൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ കരുതി സ്കിപ്പ് ചെയ്ത് പോയി മാർക്ക് കളയും. പക്ഷെ വളരെ സിമ്പിളാണ്, ആരും സ്കിപ്പ് ചെയ്യരുത്. ഫിസിക്സ് ഇക്വേഷനാണ്, അതാണ് എനിക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കണക്കറിയത്തില്ല, പാടാന്നൊക്കെ വെച്ചിട്ട് മാറ്റി വെക്കുന്നവർ അങ്ങനെ വെക്കരുത്. നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ്സിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ഫിസിക്സ് എന്തായാലും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു സമയത്തെല്ലാം പഠിച്ചെടുക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുക, അത്രയും ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം തന്നെ നിങ്ങൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പഠിച്ചു കഴിയും. നോക്കിയേ, സർ ഐസക് ന്യൂട്ടൺ ആണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു ലോ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രൊവൈഡ് എന്ന് വെച്ചാൽ കൺസെപ്റ്റ് പഠിച്ച അദ്ദേഹം ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ആരാണെന്ന് ചോദിച്ചാൽ ആരാ? സർ ഐസക് ന്യൂട്ടൺ. ജസ്റ്റ് ഓർത്തിരിക്കുക, ഒരു മാർക്കിനൊക്കെ വേണേൽ ചോദിക്കുക. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസക് ന്യൂട്ടൺ. ഇനി അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. നമ്മൾ ഇത്രയും നേരം നോക്കിയപ്പോൾ നമുക്ക് അത് മനസ്സിലായി. ഭൂമിയാണേലും ഭൂമിയിലേക്ക് സണ്ണാണേലും മൂണായാലും മറ്റ് ആകാശഗോളങ്ങളായാലും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്, അവ തമ്മിലുള്ള ഫോഴ്സ് ഇല്ലേ, ആ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെയാണ്? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ
മാസിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരനുപാതത്തിൽ എന്ന് വെച്ചാൽ എന്താ, മാസിൻ്റെ നേരനുപാതത്തിലാണെന്ന് പറയുമ്പം മാസ് കൂടുമ്പം അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ്. മാസ് കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നു. അപ്പം മാസിൻ്റെ, രണ്ട് വസ്തുക്കളുടെ മാസിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഡയറക്റ്റ്ലി, ആ പേര് തിരിഞ്ഞു പോകരുത്. അടുത്ത പറയുന്നത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അവ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപരീത അനുപാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പം, ഡിസ്റ്റൻസിൻ്റെ അല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ സ്ക്വയർ, അത് ഓർക്കണേ, ചിലപ്പം അതൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനുണ്ട്, ഇത് വെച്ചിട്ടുള്ളൊരു ഇക്വേഷനുണ്ട് അടുത്തതായിട്ട്, അതുകൂടെ നോക്കുമ്പോൾ പക്ക ആയിക്കോളും. അപ്പോൾ എന്താണ് പറഞ്ഞത്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കൊണ്ടുവന്ന ആരാണ്? ന്യൂട്ടൺ. എന്താണ് പറഞ്ഞേക്കുന്നത്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ഭൂമിയിലല്ല പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അട്രാക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആ രണ്ട് വസ്തുക്കളുടെ മാസിൻ്റെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലും അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവുകയാണേ. വളരെ സിമ്പിളാണ്. അത് മനസ്സിലായവർക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇക്വേഷൻ ഫോമിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കി, ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ വലിയ വട്ടവും ചെറിയ വട്ടവും. ആ നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റായിട്ട് ഇമാജിൻ ചെയ്യുക. വലുതിനെ ഒരു ഒബ്ജക്റ്റും ചെറുതിനെ വേറൊരു ഒബ്ജക്റ്റും. വലുത് ചെറുതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് വ്യത്യസ്ത മാസുള്ള ഒബ്ജക്റ്റുകൾ. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് M1 എന്നും മറ്റേ ഒബ്ജക്റ്റിൻ്റെ മാസ് M2 എന്നും കൊടുത്തു. മാസാണ് M1 ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ മാസ്, M2 സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ മാസ്. ഇവ തമ്മിലുള്ള ദൂരം, നല്ല ഒരു ദൂരത്തിലല്ല ഇവരിയ്ക്കുന്നതോ, ഒട്ടിയല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇവ തമ്മിൽ ദൂരമുണ്ട്. ആ ദൂരത്തെ നമ്മൾ D എന്ന് ഡിനോട്ട് ചെയ്തു. ഡിസ്റ്റൻസ് D എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. നേരത്തെ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് മാസ്, വസ്തുക്കളുടെ മാസ് എന്ന് വെച്ചാൽ F മാസുകൾ തമ്മിൽ ഗുണിക്കണം. M1 × M2 എന്ന് വെച്ചാൽ ഗുണിക്കാന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുകയല്ലേ ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ്. എന്തിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുത്തിട്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം F ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്, F ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ അത് തമ്മിൽ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എഴുതുമ്പം F എന്ന് പറയുന്നത് M1 × M2 /d² എന്ന് വരും. അവിടെ നമ്മൾ ആ ഒരു ചിഹ്നം മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിക്കണം. ഏതൊരു ഇക്വേഷനിലും അങ്ങനെ ഒരു ചിഹ്നം മാറ്റി ഈക്വൽ സൈൻ കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സൽ കോൺസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഗുണിക്കണം. നമ്മളിവിടെ ഗുണിക്കാൻ വേണ്ടി എടുക്കുന്നത് G ആണ്, ക്യാപിറ്റൽ G ആണ്. ആ ജിയുടെ G എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം G പിന്നെ ഇക്വേഷൻ എങ്ങനെ വരും? F = Gm1 m2 /d². ഓക്കെ അല്ലേ? ഇക്വേഷൻ പഠിച്ചിരിക്കുക. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, ഡിറൈവ് ചെയ്യാനും വരും, പിന്നെ വരുന്ന എന്താണ്, കണക്ക് ചെയ്യാനും വരും. അടുത്ത് കൊടുത്തിട്ടുണ്ട് G ഈസ് നോൺ ആസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ദ വാല്യൂ ഓഫ് G ഈസ് 6.67 × 10⁻11 Nm²/kg² എന്ന്. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട്. എത്രയാണ്? 6.67 × 10⁻11 Nm²/kg². നിങ്ങളത് ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ഇപ്പം നമുക്ക് കണക്ക് ചെയ്യാൻ ടെസ്റ്റിലായാലും ജിയുടെ വാല്യൂ G എന്ന് മാത്രം ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെക്കുക. 6.67 × 10⁻11 Nm²/kg². G എന്ന് പറയുന്നത് എല്ലായിടത്തും എവിടെ ആയാലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിവേഴ്സിൽ എവിടെ ആയാലും ജിയുടെ വാല്യൂ ഇത് തന്നെയായിരിക്കും, മാറ്റമില്ല. പിന്നെ ഹെൻറി കാവൻഡിഷ് ആണ് ഈ ജി എക്സ്പെരിമെൻറ്റിലൂടെ ഇതിൻ്റെ വാല്യൂ കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഞാൻ സ്റ്റാർ ഇട്ടൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. വെൻ 2 objects of mass 1 kg each are separated by a distance of 1 meter, the force of attraction between them will be G Newton. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കിപ്പോൾ അറിയാം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണുന്നത് M1 M2 /d² ആണെന്ന്.
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. 2 വസ്തുക്കളുണ്ട്. ഓരോ വസ്തുക്കളുടെയും മാസ് 1 കിലോഗ്രാം വീതമാണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്ററാണ്. ആലോചിച്ച് നോക്കുക, 2 വസ്തുക്കൾ ഇരിക്കുന്നു. ഒന്നിന് 1 കിലോഗ്രാം, മറ്റേതിനും 1 കിലോഗ്രാം മാസ്സാണ്. അവർ തമ്മിൽ 1 മീറ്റർ അകലത്തിലാണ് ഇരിക്കുന്നത്. എങ്കിൽ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? നമ്മൾ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പം 1 × 1/1² എന്ന് തന്നെ വരും. അപ്പോൾ എന്താ, എല്ലാം 1 അല്ലേ? അപ്പോൾ ആൻസറും 1. അപ്പോൾ 1 × G എന്നായിരിക്കത്തില്ലേ ലാസ്റ്റ് വരുന്നത്? G. ഇപ്പം നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇത് വെച്ചിട്ട് കണക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ? കണ്ടു നോക്കിയേ, ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട് നമുക്ക്. ഇവിടെ 2 ഒബ്ജക്റ്റിന് മാസ് കൊടുത്തിട്ടുണ്ട് കിലോഗ്രാമിൽ, ഡിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് മീറ്ററിൽ. എന്നിട്ട് അവർ തമ്മിലുള്ള അട്രാക്ഷൻ കാണാൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാൻ ചോദിച്ചേക്കുന്നു. സിമ്പിൾ, നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് ഇക്വേഷൻ അറിയാം. ഒന്നുകൂടെ പറയാം. F = Gm1m2/d². m എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വസ്തുക്കളുടെ മാസിനെയാണ് പറയുന്നത്. d എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസുമാണ്. അപ്പം നമുക്കിത് ചെയ്യാമല്ലോ, സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ആദ്യത്തെ 2 കണക്ക്, ഒരു കണക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഒരെണ്ണം ചെയ്യുന്നത് തന്നിട്ടുണ്ട്. മൊത്തത്തിൽ 3 ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ബാക്കി നിങ്ങൾ തനിയെ ചെയ്യണം, തനിയെ ചെയ്യുക. അപ്പം നമുക്കറിയാം, ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തനിയെ ചെയ്യാൻ നോക്കുക. അറിയത്തില്ലെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. തെറ്റ് വരും, തെറ്റിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ ആൻസറിലേക്ക് നോക്കുക. ഞാനിവിടെ തന്നിരിക്കുന്ന ആൻസറിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആ തെറ്റ് തിരുത്തി നിങ്ങൾ പോവുക, പിന്നെ തെറ്റത്തില്ല. അറിയത്തില്ല, എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ചെയ്യാതിരിക്കരുത്. മാക്സിമം നമ്മൾ ചെയ്യണം. ചെയ്ത് നോക്കിയാലേ നമ്മുടെ മൈൻഡിൽ നിൽക്കത്തുള്ളൂ. ഫസ്റ്റ് 1 മാസം 5ഉം 1 മാസം 10ഉമാണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2ആണ്. അപ്പോൾ നോക്കിയേ, ഇക്വേഷനിലേക്ക് ഇടുമ്പം G × 10 × 5. 10ഉം 5ഉം എന്താണ്? മാസ്സാണ്. m1m2/2². ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ 2². അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 12.5 G എന്ന് വരും. എങ്ങനെയാണ് അത് കിട്ടിയത്? G അവിടെ നിർത്തുക. ബാക്കി 10 × 5 50. താഴെ 2² എന്ന് പറയുമ്പോൾ 2² എത്ര? 2 × 2 4ആണ്. അപ്പം നമ്മൾക്ക് 50/4 എന്ന് വരും. അത് ചെയ്യുമ്പം 50/4 ചെയ്യുമ്പം ആൻസർ എത്ര വരും? 12.5 എന്ന് വരും. പിന്നെ ഒരു G ഇല്ലേ? അപ്പോൾ ആൻസർ 12.5 G. ഇവിടെ G എന്ന് തന്നെ കൊടുത്തത്. നമ്മൾ ജിയുടെ വാല്യൂ 1.67 × എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങളും കണക്കിന് എക്സാമിന് ഈ ഒരു കണക്ക് വരും. അപ്പം ഇത് വെച്ചിട്ട് G എന്ന് തന്നെ കിട്ടാൽ മതി, ചെയ്ത് പോകണ്ട. അടുത്തായിട്ട് മാസ് 10, 2ൻ്റെയും മാസ് 10, ഡിസ്റ്റൻസ് 2. എങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ചോദിക്കുമ്പം G × 10 × 10 m1m2 ആണത്. ബൈ ഡിസ്റ്റൻസ് ഇവിടെ 2ആണ്, 2 ഞാനവിടെ 2 × 2 എന്നാണ് എടുത്തേക്കുന്നത്. എങ്ങനെയായാലും ആൻസർ ശരിയാ. 2ൻ്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 × 2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എങ്ങനെ ഒരു ആൻസർ? ഈ 10 × 10 എന്ന് പറയുമ്പോൾ 100. 100/2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4. അപ്പം 100/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 25 G ആണ് നമ്മുടെ ആൻസർ. അടുത്ത് ചെയ്യുമ്പം അവിടെ മാസ് 10ഉം 30ഉം, ഡിസ്റ്റൻസ് 2. അപ്പം 30 × 10/2ൻ്റെ സ്ക്വയർ. അപ്പം എങ്ങനെ വരും? 30 × 10 300. 300/4 എന്ന് പറയുമ്പോൾ 75 G ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ബാക്കി നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ടെലഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൂടെ നോക്കുക, കറക്റ്റ് ആണോ എന്ന് ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും വരെയാണ്. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ക്ലാസ് ഇടുന്ന ടൈമിൽ അറിയുകയുള്ളൂ. അപ്പം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.